ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. PSCG അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. SSLC യോഗ്യതയോ അതിൽ ഉയർന്ന യോഗ്യതയോ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസരങ്ങൾ തുറന്നു നൽകുന്ന ഒരു തസ്തികയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. ഈ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുവാൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതിൻ്റെ വിജ്ഞാപനവും പുറപ്പെടുവിക്കും. LDC, LGS എന്നിവ പോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വിവിധ ജില്ലകളിൽ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, ആ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി എന്നുവരെയാണ്, പുതിയ സാധ്യതകൾ എന്തൊക്കെയാണ്, ഈ ജോലിയുടെ സ്വഭാവം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ഈ തസ്തികയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വില്ലേജ് ഓഫീസുകളിലുള്ള ഒരു തസ്തികയാണ്. എല്ലാ വില്ലേജ് ഓഫീസുകളിലും ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഉണ്ടാകും. ഇത് ലാസ്റ്റ് ഗ്രേഡ് സർവീസിൽപ്പെട്ട ഒരു തസ്തികയാണ്. SSLC ആണ് ക്വാളിഫിക്കേഷൻ എങ്കിലും ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം LGS, ഓഫീസ് അറ്റൻഡർ, വാച്ച്മാൻ തുടങ്ങിയ തസ്തികകൾ ഉൾക്കൊള്ളുന്ന LGSൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 23,500, 50,200 എന്നാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആകട്ടെ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ആണെങ്കിലും ഒരു പടി കൂടി ഉയർന്ന് 24,400, 55,200 എന്ന രീതിയിലാണ് ഇതിൻ്റെ സ്കെയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയൊരു തർക്കം നടക്കുന്നുണ്ട്, കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ 2 പോസ്റ്റുകളുണ്ട്. ഒന്ന് വില്ലേജ് അസിസ്റ്റൻറ്റ്. വില്ലേജ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് വില്ലേജ് അസിസ്റ്റൻ്റ് ഓർ ക്ലർക്ക്, നമ്മുടെ LD ക്ലർക്കിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് സെലക്ഷൻ നടത്തുന്ന ഒരു പോസ്റ്റാണ് വില്ലേജ് അസിസ്റ്റൻറ്റ്. അതിൻ്റെ യോഗ്യതയും SLC തന്നെയാണ്. വില്ലേജ് അസിസ്റ്റൻ്റ് ഓർ ക്ലർക്ക് എന്നതിൻ്റെ യോഗ്യതയും SLC തന്നെയാണ്. മുൻപ് വില്ലേജ് മാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും എന്നാൽ പിന്നീട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്നാക്കി മാറ്റുകയും ചെയ്ത ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ പോകുന്ന തസ്തികയുടെ യോഗ്യതയും SSLC ആണ്. പക്ഷേ അങ്ങനെ ഒരേ യോഗ്യതയുള്ള 2 തസ്തികയ്ക്ക് 2 സ്കെയിൽ അനുവദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യതകൾ 2 രീതിയിലാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനെ സംബന്ധിച്ച് പ്രൊമോഷൻ സാധ്യത ഇല്ല. വില്ലേജ് അസിസ്റ്റൻ്റായി കയറുന്ന ഒരാൾക്ക് UD ക്ലർക്ക്, ഹെഡ് ക്ലർക്ക് കേഡറിലെത്തുമ്പോൾ വില്ലേജ് ഓഫീസറാകാൻ കഴിയുന്നു. തുടർന്ന് ഡെപ്യൂട്ടി തഹസീൽദാർ ഇങ്ങനെ ഉയർന്നു പോകാൻ കഴിയുമ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 എന്നൊരു തസ്തിക മാത്രമേ കിട്ടുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ധാരാളം പരാതികളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു തസ്തികയാണിത്. ഇനി അടുത്തതായി നമുക്കറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ വിവിധ ജില്ലകളിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റ് നിലവിലുണ്ട്. ഈ വർഷം, അതായത് 2021 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായി ഈ ലിസ്റ്റുകളുടെ കാലാവധി, വിവിധ ജില്ലകളിലെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. അപ്പോഴേക്കും 2022 പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് PSC ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിയമന നില നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് 148 നിയമനങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. കൊല്ലത്ത് 140, ആലപ്പുഴ 86, പത്തനംതിട്ട 66, കോട്ടയം 88, എറണാകുളം 129, ഇടുക്കി 90, തൃശ്ശൂർ 177, പാലക്കാട് 116, മലപ്പുറം 124, കോഴിക്കോട് 113, വയനാട് 51, കണ്ണൂർ 101, കാസർഗോഡ് 106. ഇപ്രകാരമാണ് ഇതുവരെയുള്ള നിയമന നില. മിക്കപ്പോഴും റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഒരു 100 മുതൽ 180 വരെ വേക്കൻസികൾ പ്രതീക്ഷിക്കാവുന്ന ഒരു തസ്തികയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. റിട്ടയർമെൻറ്റ് കൂടാതെ തന്നെ ഈ തസ്തികയിൽ സാധാരണ വേക്കൻസി എറൈസ് ചെയ്യാറുണ്ട്. കാരണം അത് പ്രൊമോഷനിലൂടെയല്ല, പ്രൊമോഷൻ സാധ്യത ഇതിൽ വളരെ കുറവാണ്. ഇതിൽ നിന്നും ഗ്രേഡ് 1 പദവിയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ ഒരു പ്രൊമോഷൻ സാധ്യത ഇതിന് കാണുന്നില്ല. പക്ഷേ
ഈ ലിസ്റ്റിൽ കടന്നുകൂടിയവർ തന്നെ LDC പോലുള്ള ഉയർന്ന റാങ്ക് ലിസ്റ്റുകളിൽ വന്നു കഴിഞ്ഞാൽ അവർ ആ റാങ്ക് ലിസ്റ്റിൽ ജോലി സ്വീകരിച്ച് പോകുവാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒഴിവുകൾ ഉണ്ടാകാറുണ്ട്, റിട്ടയർമെൻറ്റിലൂടെയും ഒഴിവുകൾ ഉണ്ടാകാറുണ്ട്. എന്തായാലും സർക്കാർ സർവീസിലൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവശ്യം അവർ അപേക്ഷിക്കേണ്ട ഒരു തസ്തിക തന്നെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. ഇനി ഈ ജോലിയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം ഒരു വില്ലേജ് ഓഫീസിൽ തലവനായ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടാകും. അദ്ദേഹം നമുക്കറിയാം വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ക്ലാർക്കിൻ്റെ സ്റ്റാറ്റസിലുള്ള ആളാണ് വില്ലേജ് ഓഫീസറായി വരിക. അതിന് താഴെ 2 ക്ലർക്കുമാരുണ്ടാകും. ഇവർ വില്ലേജ് അസിസ്റ്റൻറ്റുമാരെന്നാണ് അറിയപ്പെടുക. അവർ LD ക്ലർക്ക്, UD ക്ലർക്ക് കേഡറിലുള്ളവരായിരിക്കും. ചിലപ്പോൾ അവിടെ 2 LD ക്ലർക്കുമാരും ആകാം. പിന്നീട് സാധാരണ ഒരു വില്ലേജ് ഓഫീസിൽ ഒരു ഫീൽഡ് അസിസ്റ്റൻ്റ് ഉണ്ടാകും. പിന്നെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വലിയ വില്ലേജ് ഓഫീസുകളുണ്ട്, അവിടെ അംഗസംഖ്യ ഇതിനേക്കാൾ കൂടാം. ഇതാണ് ഒരു വില്ലേജ് ഓഫീസിലെ സ്റ്റാഫിൻ്റെ ചിത്രം. അവിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ചുമതല എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി ടാക്സ് കളക്ഷനിൽ വില്ലേജ് സ്റ്റാഫിനെ സഹായിക്കുക എന്നതാണ്. രണ്ടാമതായി വില്ലേജ് ഓഫീസിൽ കളക്ട് ചെയ്യുന്ന തുക ട്രഷറിയിൽ അടയ്ക്കുക. മൂന്നാമത്തെ ചുമതല ലെറ്ററുകളും മറ്റു ഡോക്യുമെൻറ്റുകളും ഡെസ്പാച്ച് ചെയ്യുക. ഇവയാണ് ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ചുമതലകൾ. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ ഭൂമി അളക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കായി പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അദ്ദേഹത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും വേണം. ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ചുമതലകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ സമഗ്രമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധിയൊക്കെ മറ്റ് പോസ്റ്റുകളിലേതുപോലെ തന്നെയാണ്. 18, 36. പിന്നോക്ക സമുദായങ്ങൾക്ക് 3 വർഷം, ഉയർന്ന പ്രായപരിധിയിൽ 3 വർഷത്തെ വയസ്സിളവുണ്ട്. പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് 5 വർഷത്തെ വയസ്സിളവുണ്ട്. PSC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുവാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ അധികം വൈകാതെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. എല്ലാവരും ഈ തസ്തികയിലേക്ക് അയക്കാൻ ശ്രമിക്കുക. കാരണം SSLC പാസ്സായി അതിനുശേഷം ഉയർന്ന യോഗ്യതകളുള്ളവർക്കും ഒക്കെ അയക്കാൻ കഴിയും. നമുക്ക് ഗവൺമെൻറ് ജോലിയിലെ ഏതെങ്കിലും ഒരു ലാവണത്തിൽ എത്തിപ്പെടുക എന്നതാകണം നിങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും കൂടുതൽ സാധ്യതകളുള്ള ജോലികളിലേക്ക് ശ്രമിക്കുവാൻ കഴിയും. അപ്പോൾ അവിടെ നമ്മുടെ ആത്മവിശ്വാസത്തെ കൂട്ടും.